കഴിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കയറണം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ല ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ അല്ലേ ഞാൻ പോയത്. താമരശ്ശേരി ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കത്ത് ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാല നിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. തെറ്റാതെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം. എന്റെ പേര് രാമേന്ദ്രകുറുപ്പ്. പ്രതികരിക്കാൻ തന്നെ വന്നാൽ ടിവിയുടെ മുന്നേ സഹിക്കാൻ പറ്റില്ല. അസ്സലാമു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ താമരശ്ശേരി കൂട്ടസംഘർഷത്തിൽ നമ്മുടെ ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി അതിദാരുണമായ രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. എന്നാൽ അതിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി സർക്കാർ ജൂനിയേഴ്സ് ഹോമിൽ സൗകര്യമൊരുക്കിയത് ഇന്ന് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇരയാക്കിയത്. അത് വളരെ മോശമായ ഒന്നായിരുന്നു എന്ന് തന്നെയാണ് സമൂഹത്തിൽ നിന്ന് മൊത്തമുള്ള അഭിപ്രായം. എന്നാൽ ഈ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ കുട്ടിയും ഇന്ന് പരീക്ഷ എഴുതേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ പങ്കെടുത്ത എല്ലാ ചെറുപ്പക്കാർക്കും പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് സർക്കാർ ഒരുക്കി കൊടുത്തത്. എന്നാൽ ഇതിന് വമ്പൻ പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ പിതാവ് തന്നെ ഒരു കാരണവശാലും ആ കുട്ടിയുടെ പരീക്ഷയിൽ പങ്കെടുപ്പിക്കരുത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും സമൂഹം മൊത്തം എല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആർത്തി ഇരമ്പി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു അമ്മയുടെ പ്രതികരണം, അതും ഒരു സാധാരണ വീട്ടമ്മയായ ഒരു ടീച്ചറുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതും ജാതിയോ മതമോ ഒന്നും വകവെക്കാതെ ആ അമ്മ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടു. ആ കുട്ടികളെ പരീക്ഷ എഴുതാൻ സമ്മതിപ്പിക്കരുത് എന്നും ബാലാവകാശം തിരിച്ചെഴുതണമെന്നും അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിൽ കയ്യും താലും കലയും എല്ലാം വെട്ടുന്ന നമ്മുടെ നിയമം മാറ്റി എഴുതണമെന്നും അറബിക് രാജ്യങ്ങൾ പോലെയുള്ള നിയമം നമ്മുടെ നാട്ടിലും കൊണ്ടുവരണമെന്നാണ് ആ അമ്മ പ്രതികരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ അമ്മയുടെ മനസ്സിലുള്ള വേദന. ആ അമ്മയ്ക്കും കുട്ടികളുണ്ട്. ആ അമ്മ ഒരു സാധാരണ അമ്മയാണ്. ആ അമ്മയുടെ പ്രതികരണം തീർച്ചയായിട്ടും ഇന്ന് കേരള സമൂഹം ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. അമ്മ പറയുന്നുണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ ശാസിച്ച് തന്നെ വളർത്തണമെന്നും ഇന്നത്തെ നിയമം കൊണ്ട് രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഒന്ന് അടിക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർമാർക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് കയ്യിൽ വടി അടിക്കാൻ വേണ്ടി കൊടുക്കണം. ആ നിയമം മാറ്റി എഴുതണം എന്നാണ് ടീച്ചർ പറയുന്നത്. കാരണം ശാസിച്ച് വളർത്താത്ത കുട്ടികൾ, ഇത്തരം കുട്ടികൾ ശാസിച്ച് വളർത്തിയിട്ടില്ലെങ്കിൽ ഇത്തരം കുട്ടികൾ ഭാവിയിലേക്ക് ക്രിമിനലായി മാറാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഈ 5 കുട്ടികൾ ഇന്ന് ജൂനിയേഴ്സ് ഹോമിൽ നിന്ന് പരീക്ഷ എഴുതി പാസ്സായി കുറച്ച് കാലം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും ഇവരുടെ മൈൻഡിൽ? ഇവർ വാപ്പായെയും ഉമ്മായെയും എല്ലാം കൊല്ലും. ഇത്തരം ആൾക്കാർക്ക് എന്താണ് ഈ സമൂഹത്തിൽ ഇനിയും ചെയ്യാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അമ്മ പറയുന്നത്. തൻ്റെ മോനാണെങ്കിൽ ഞാൻ ഒരിക്കലും സഹിക്കില്ല എന്നും ഒരു കാരണവശാലും ആ കുട്ടികളെ പരീക്ഷ എഴുതാൻ വേണ്ടി സമ്മതിക്കരുത് എന്നാണ് അമ്മ പറയുന്നത്. ആ അമ്മ പറയുന്നത് നിയമം കയ്യിലെടുക്കലല്ല. അമ്മ പറയുന്നത് ഒരു അമ്മയുടെ വേദനയാണ്. ഇന്ന് ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായെങ്കിൽ നാളെ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഇന്നത്തെ നിയമം കൊണ്ട് ചെന്ന് എത്തിക്കുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ, ഒരുപാട് വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് തലത്തിലൊന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇന്നത്തെ നിയമം വെച്ച് ഒരു മാഷ്മാർക്ക് ഒരു വെടിയെടുത്തൊരു കുട്ടിയെ ശാസിക്കാനോ അടിക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അതുപോലെ തന്നെ വീട്ടിലും ഇത്തരം കുട്ടികൾ ഒരുപാട് ആ സാഹചര്യങ്ങൾ മുതലാക്കിക്കൊണ്ട് വളരെ ദൂർത്തടിച്ച് വളരെ മാരകമായ വിഷാംശങ്ങളുള്ള ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് അക്രമങ്ങൾ പടർത്തിവിടുക മാത്രമാണ് അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒന്ന് ശാസിച്ച് വളർത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നാണ് ടീച്ചർ പറയുന്നത്. ആ ടീച്ചർ ജൂനിയേഴ്സ് ഹോമിൽ പണ്ട്
കുട്ടികളെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ടീച്ചർക്ക് ഇത്ര വേദനയുണ്ടെങ്കിൽ അന്ന് മരിച്ചു പോയ ഷഹബാസിൻ്റെ ഉമ്മാക്ക് എത്രമാത്രം വേദന ഇന്ന് ആ ഉമ്മ അനുഭവിക്കുന്നുണ്ടാകും. ആ മകൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ മക്കളുടെ ഒപ്പരം പരീക്ഷ എഴുതേണ്ടതായിരുന്നു. ആ മക്കളുടെ ഒറ്റ സുഹൃത്തായ ഒരു ചെക്കനാണ് ഇൻസ്റ്റഗ്രാമിൽ കൂടി സ്റ്റോറി ഇട്ടുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം പ്ലാൻഡായി ചെയ്തുകൊണ്ട് ആ കുഞ്ഞിനെ വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വളരെ അവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവനെ മാത്രം പോയി മർദ്ദിച്ച് കൊന്നതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും, പോയി നോക്ക് അവൻ്റെ കണ്ണ് എന്നാണ് ചെറുപ്പക്കാരൻ പറയുന്നത്. അത്തരം വിഷാംശം ഉള്ളിൽ നിറച്ചിട്ടുള്ള ആ ചെറുപ്പക്കാരൻ കൊടും ക്രിമിനലായിട്ടല്ലാതെ ഇനി എന്തായിട്ടാണ് വളരുക എന്ന് നമുക്കറിയില്ല. എന്താണ് അവനിൽ നിന്ന് തിരുത്താനുള്ളത്, എന്താണ് സമൂഹം അവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. അത്തരം ചെറുപ്പക്കാരന് പരീക്ഷ എഴുതി 4 നേരം ഭക്ഷണവും കൊടുത്ത് സുഖസല്ലാപത്തിലൊരുക്കി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി വലിയൊരു ക്രിമിനലായി ഈ നാട്ടിൽ എന്താണ് നല്ല കാര്യം അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം നിയമങ്ങൾ മാറ്റപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ എതിർസ്വരങ്ങളും എല്ലാം ഉയർന്നു വരട്ടെ എന്നും ഇതൊരു സർക്കാർ തിരുത്തലിന് കാരണമാകട്ടെ എന്നും നമുക്ക് ആശ്വസിക്കാം. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നേ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.